ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ IPBB ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. IPBB മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ് പ്രകാരം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. അതുപോലെ ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ IPBB മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാം എന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ IPBB മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ പുതിയ അപ്ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ MPIN ടൈപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുകയാണ്, അതായത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. കുറച്ച് സ്ലോ ആണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. നമുക്കിവിടെ മുകളിൽ ബാലൻസ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിനി മറ്റൊരാൾക്ക് പൈസ അയക്കുന്നതിന് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഫസ്റ്റ് കാണുന്നത് മറ്റൊരാളുടെ പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് പൈസ അയക്കുന്നതാണ്. രണ്ടാമത്തതാണ് നമുക്ക് ആവശ്യം, അതായത് അതർ ബാങ്ക്. മറ്റൊരാളുടെ SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ഏത് ബാങ്കിലേക്കാണ്, ICICI വേണമെങ്കിൽ നമുക്ക് അയക്കാം, ഏത് ബാങ്കിലേക്ക് അയക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സെൻഡ് ന്യൂ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് നമ്പർ പ്ലസ് IFSC കോഡ് MMID എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അക്കൗണ്ട് നമ്പർ പ്ലസ് IFSC കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതായത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആർക്കാണോ പൈസ കിട്ടേണ്ടത്, അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആർക്കാണോ പൈസ അയക്കുന്നത് അയാളുടെ പേര് നമ്മളിവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക. പേര് ടൈപ്പ് ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ട് നമ്പർ ിലുള്ള പാസ്ബുക്കിലുള്ള പേരായിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം കിട്ടേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ, അതായത് ഇപ്പോൾ നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്ന ആളുടെ അക്കൗണ്ട് നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത നമ്പർ കൺഫേം ചെയ്യുന്നതിന്, അതായത് തെറ്റില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ കൺഫേം അക്കൗണ്ട് നമ്പർ എന്നുള്ളിടത്ത് വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ അതേ അക്കൗണ്ട് നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്പർ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കാണിക്കും നമ്പർ തെറ്റായിട്ടാണെന്ന്. അപ്പോൾ നമുക്ക് മുകളിലും താഴെ ഒരേ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെയുള്ള IFSC കോഡ്, IFSC എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. അവിടെ നമുക്ക് IFSC കോഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ IFSC കോഡ് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ബ്രാഞ്ച് IFSC കോഡ് എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ല എങ്കിൽ നിങ്ങൾക്ക് അവരുടെ പാസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അയക്കേണ്ട ആളുടെ IFSC കോഡ് കിട്ടും. അപ്പോൾ നമ്മൾ IFSC കോഡ് ഇത്രയും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിവിടെ താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടിന്യൂ ഏറ്റവും താഴെ. അപ്പോൾ നമ്മൾ ആ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പർ പൈസ കിട്ടേണ്ട ആളുടെ അക്കൗണ്ട് നമ്പറും കാണാം. ഇനി നമുക്ക് എമൗണ്ട് എന്നുള്ളിടത്ത് എത്ര രൂപയാണോ അയക്കേണ്ടത് ആ എമൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് അയക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് അയച്ച് വെരിഫൈ ചെയ്ത് പൈസ കിട്ടിയെങ്കിൽ മാത്രം വലിയൊരു എമൗണ്ട് നമ്മൾ അയച്ചു കൊടുക്കുക ആവശ്യമുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ വെറും 100 രൂപ അയക്കുകയാണ്. അതിനുശേഷം റിമാർക്ക് എന്നുള്ളിടത്ത് നിങ്ങൾ ഗിഫ്റ്റ് എന്നോ എന്ത് പർപ്പസാണോ അതൊന്ന് എഴുതുക, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 ഓപ്ഷൻ വരും, ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്, സ്റ്റാൻഡേർഡ് പേയ്മെൻറ്റ്. ഇതിൽ നിങ്ങൾ ഒന്നാമത്തേതായ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് അയക്കുന്ന അപ്പോൾ തന്നെ പൈസ അവർക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ താഴെ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക്, അതായത് പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്കിലോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക്, നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന നമ്പറിലേക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നു, അതിലൊരു OTP ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ OTP, ആ മെസ്സേജിലുള്ള 6 അക്ക പിൻ നമ്പർ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും, സേവ് ബെനിഫിഷ്യറി ഇൻഫർമേഷൻ. അപ്പോൾ നമുക്കിത് ഇവിടെ ഓക്കെ കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇനി നമുക്ക് പൈസ അയക്കാൻ, നമുക്ക് എടുക്കുമ്പോൾ തന്നെ അവിടെ ബെനിഫിഷ്യറായിട്ട് ആഡ് ആയിട്ടുണ്ടാവും, അതവിടെ കാണാം. അപ്പോൾ അതിലേക്ക് നമുക്ക് പൈസ അയക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഗോ ടു ഹോം എന്ന് അടിച്ചിട്ട് നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ട് നമുക്ക് ലോഗൗട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്ക് സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.